ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു മഞ്ജൂസ് കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നൊരു ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്ത് തന്നത് എൻ്റെ ബോസ്റ്റണിലുള്ളൊരു ഫ്രണ്ടാണ്. ഞാൻ ഈ റെസിപ്പിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇതിന് മുമ്പും ഞാൻ ടൊമാറ്റോ റൈസ് വച്ചിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഈ ഒരു റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെട്ടത് കാരണം ഇത് തന്നെയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഇൻസ്റ്റാ പോട്ടിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഓണാക്കിയതിന് ശേഷം സോട്ട് എന്ന ഓപ്ഷൻ ഓണാക്കുക. അതിനുശേഷം ടെമ്പറേച്ചർ ഹൈയിൽ സെറ്റ് ചെയ്യുക. ടൈം നമുക്ക് ഒരു 10 മിനിറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ പ്രീ ഹീറ്റിങ്ങിനുള്ള സമയം കൊടുക്കുക. അതിനുശേഷം കുക്കിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഗ്രാമ്പൂ, 4 ഏലയ്ക്ക, കുറച്ച് കറുവാപ്പട്ട, പിന്നെ കുറച്ച് ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് കുറച്ച് പൊടിഞ്ഞു പോയത് കാരണമാണ് അത് കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു മണം വരും. ആ മണം വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് അതിൽ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സ്ലൈസ് ചെയ്ത് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ഒണിയനാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് മസാലയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ലിഡ് ഒന്ന് അടച്ചു വയ്ക്കാം. ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്ക് മോഡിലിടുക. അതിനുശേഷം നമുക്ക് ടൈം ഇവിടെ ഞാൻ 2 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കീപ്പ് വാം ഓപ്ഷൻ ഓഫാക്കി ഇടുക. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആക്കുക. അതിനുശേഷം ഇപ്പോൾ പ്രഷറെല്ലാം റിലീസായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് കൊറിയാണ്ടർ ലീഫ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് ബട്ടറും ഇട്ട് കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് ലിഡൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം തുറന്ന് നോക്കിയതിന് ശേഷം കണ്ടില്ല, നല്ല റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ റൈസ്. നമുക്ക് അച്ചാറ്, സാലഡ്, പിന്നെ പപ്പടം ഇതിനോടൊപ്പം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ ഫ്രം മഞ്ജു.